ഇത്രയും കടുപ്പിച്ചൊരു തീരുമാനം അമ്മ പണ്ടേ എടുത്തിരുന്നെങ്കിൽ എപ്പോഴേ ദേവികയെ വീട്ടിൽ നിന്ന് തെറിച്ചേനെ. അമ്മ ധൈര്യമായിട്ടിരിക്കെ. പല വഴിക്കും പലരും ശ്രമിക്കും അമ്മയെ തിരിച്ചു കൊണ്ടുവരാൻ. വഴങ്ങരുത്. ദേവിക പോണം. ആ ഒറ്റ വാശിയിൽ അമ്മ നിൽക്കാവും. അമ്മ ജയിക്കും. ആ ജയം എനിക്ക് കാണണം. ധൈര്യമായിട്ടു ഞാനുണ്ട് കൂടെ. ഇരിക്കുന്നത് കണ്ടില്ലേ? മോനെ എന്തായി? കാല് പിടിച്ചാൻ പറഞ്ഞു പോകരുത്. കേക്കണ്ടേ എന്തൊക്കെ സംഭവിക്കുമെന്തോ? വേറൊന്നുമല്ല, കാലം വളരെ മോശം. അമ്മയ്ക്ക് എന്തെങ്കിലും അപകടം പറ്റുമെന്ന എന്റെ പേടി. അതെ, പാർവതിയെക്കുറിച്ച് പേടിക്കാൻ ഇവിടെ ഞാനുണ്ട്. നീ അവളെക്കുറിച്ച് ഓർത്ത് വേവലാതിപ്പെടണ്ട. മനസ്സിലായല്ലോ? നിനക്ക് തൃപ്തിയായല്ലോ അല്ലേ? പാവം പാർവതി ഇവിടുന്ന് ഇറക്കി വിട്ടപ്പോ നിനക്ക് സമാധാനമായല്ലോ. നീ ഒരു കാലത്തും ഗുണം പിടിക്കില്ലടി. നീ നശിച്ചു പോവും. അതിന് ഞാൻ എന്താ തെറ്റാ മുത്തശ്ശി ചെയ്ത? അയ്യോ, അമ്മയല്ലേ ഇവിടുന്ന് ഇറങ്ങിപ്പോയത്. എടി, ഈ പ്രശ്നം മുഴുവൻ ഉണ്ടായത് നീ ഒറ്റ ഒരുത്തി കാരണമല്ലേ? നീയല്ലേ പാർവതി താലിമാല ചന്ദ്രയ്ക്ക് കൊടുത്തുന്ന് സിദ്ധുവിനോട് പറഞ്ഞത്? അവൻ വക്കീലല്ലേ, കൂർമ്മ ബുദ്ധിയായിരിക്കുമല്ലോ. അവനെ മാല വെച്ച് കളിക്കാൻ തീരുമാനിച്ചു. നീ അത് അവനോട് പറഞ്ഞില്ലായിരുന്നെങ്കിലേ ഇങ്ങനെ ഒരു വഴക്ക് ഈ രാത്രി ഇവിടെ ഉണ്ടാവുമായിരുന്നോ? നീ തന്നെയാ കാരണം. നീ മാത്രമാ കാരണം. മുത്തശ്ശി എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ, എന്നെ കുറ്റപ്പെടുത്തിക്കോളൂ. പക്ഷെ ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളത് എനിക്കറിയാം. അതറിയാവുന്നോണ്ട് തന്നെ എനിക്കൊരു കുറ്റബോധവും ഇല്ല. ഞാനല്ല ഒന്നിന്റെയും കാരണം. ഈ കുടുംബം തകർക്കാൻ ഞാൻ ഒരിക്കലും ആർക്കും കൂട്ടു നിൽക്കില്ല മുത്തശ്ശി. സ്വയം ന്യായീകരിച്ച് നാറാൻ നിൽക്കണ്ട. നിന്റെ ഒരു ന്യായീകരണം എനിക്ക് കേൾക്കുകയും വേണ്ട. ഒന്നിനു പുറകെ മറ്റൊന്നായിട്ട് പ്രശ്നങ്ങൾ വന്ന് കേറുന്നത് കണ്ടോ? ഈ വീട്ടില് ഗതി കിട്ടാതെ അലയുന്ന ആത്മാവുണ്ടെന്ന് പറഞ്ഞപ്പോ നിനക്കൊരു പുച്ഛമല്ലായിരുന്നു? എടി, ഇപ്പൊ അനുഭവത്തിൽ വന്നപ്പോ കണ്ടോ? പാർവതിക്ക് എന്തെങ്കിലും അപകടം പറ്റിയ നിന്നെ ഞാൻ വെറുതെ വിടത്തില്ലടി. പ്രായമേ എനിക്കൊരു പ്രശ്നമേ അല്ല. അവള് തിരിച്ചു വന്നില്ലെങ്കിൽ നിന്നോട് ഞാൻ പ്രതികാരം ചോദിച്ചിരിക്കും. എന്നെ എന്ത് വേണമെങ്കിലും ചെയ്തോ മുത്തശ്ശി, ഞാൻ കൈയും കെട്ടി നിന്ന് തരാം. പക്ഷെ ഞാനല്ല കുറ്റക്കാരി, അത് മുത്തശ്ശി തിരിച്ചറിയണം. വേണ്ടടി, എനിക്കൊന്നും കേക്കണ്ട. രാത്രിയാ, പാർവതി എവിടെ പോവുമെന്തോ. സമാധാനമായിട്ട് കഴിയേണ്ട വയസ്സാം കാലത്ത് ഒരു സ്വസ്ഥതയും കിട്ടുന്നില്ലല്ലോ ഭഗവതി. എന്താ ശരത്തെ? തങ്കച്ചിക്ക് ദൈവത്തിൽ വിശ്വാസമുണ്ട്. അതേ ഉള്ളൂ. എന്തേ?
വിടുമെന്നുള്ള അവസ്ഥയിൽ എത്തിയതാ ഞാൻ.